മാധ്യമങ്ങൾക്ക് ഒരു ക്യാമറയും മൈക്കും ഉണ്ടെങ്കിൽ എന്തുമാകാം എന്നൊരു ധാരണയുണ്ട്. ആ ധാരണയുമായിട്ടാണ് അവർ കഴിഞ്ഞ ദിവസം മന്ത്രിക്ക് മുന്നിൽ മൈക്ക് നീട്ടിയതും പിന്നീട് അവർ തന്നെ മന്ത്രിയെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന് വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തത്. സത്യത്തിൽ ഇതിന്റെയെല്ലാം മുന്നിലുള്ളത് കൈരളിയെപ്പോലും തോൽപ്പിക്കുന്ന തരത്തിൽ CPM-ന് ഒത്താശ പാടുന്ന റിപ്പോർട്ടർ എന്ന മരംമുറിക്കാരുടെ ചാനലാണ് എന്ന് നിഷ്പ്രയാസം പറയാം. എന്നാൽ മൈക്കിന് മുന്നിൽ നിന്നും ഒരു ഇഞ്ച് അനങ്ങാതെ തന്റെ ഭാഗം പൂർത്തീകരിക്കാനും അത് സമാധാനത്തോടെ പൂർത്തീകരിക്കാനും ശ്രമിച്ച മന്ത്രിയോട് കാട്ടിയ അപമര്യാദയ്ക്കാണിപ്പോൾ കണക്കിന് റിപ്പോർട്ടർ ചാനലിന് കിട്ടുന്നത്. വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന തങ്ങളുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്തം മറന്ന്, ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണാണ് എന്ന് മറന്ന് തിരുവനന്തപുരത്ത് കൃഷിമന്ത്രി ടി സിദ്ദീഖിന്റെ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തക നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചത് ജനാധിപത്യപരമായ എല്ലാ മര്യാദകളും ലംഘിച്ചാണ്. കൃഷി വകുപ്പ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടറാമിന്റെ സാന്നിധ്യമാണ് മാധ്യമപ്രവർത്തകരെ അത്രയും പ്രകോപിപ്പിച്ചത്. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ KM ബഷീറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ ശ്രീറാമിനോടുള്ള വിയോജിപ്പ് സ്വാഭാവികമാണെങ്കിലും അതിനൊരു ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിൽ അധിക്ഷേപകരമായ രീതിയിൽ പ്രകടിപ്പിച്ചത് മാധ്യമപ്രവർത്തനത്തിന്റെ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ, അത് രാഷ്ട്രീയമാണ്. തങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വാർത്താ സമ്മേളനം ബഹിഷ്കരിച്ച് പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യവും മാധ്യമങ്ങൾക്കുണ്ടായിരിക്കെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിയെ സംസാരിക്കാൻ പോലും അനുവദിക്കില്ല എന്ന ശഠ്യത്തോടെ അവിടെ ബഹളം വെക്കുകയാണ് ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർ ചെയ്തത്. മന്ത്രി ടി സിദ്ദീഖ് പലതവണ സമാധാനത്തോടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനെയെല്ലാം വെല്ലുവിളിയോടെ തള്ളിക്കളയാനാണ് അവർ മുതിർന്നതും. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു മന്ത്രിയോട് കാട്ടേണ്ട മിനിമം ആദരവ് പോലും നൽകാതെ തങ്ങൾ പറയുന്നത് മാത്രം മന്ത്രി കേൾക്കണമെന്ന ധാർഷ്ട്യമാണ് മാധ്യമങ്ങൾ അവിടെ കാട്ടിയത്. നിയമപരമായ ഒരു ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാത്തിടത്തോളം കാലം അയാൾക്ക് ഔദ്യോഗികമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ തടസ്സമില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഈ മാധ്യമക്കൂട്ടം തയ്യാറായതേ ഇല്ല. ഈ പ്രതിഷേധ നാടകങ്ങൾക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ട് എന്ന് പകൽ പോലെ വ്യക്തവുമാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഇതേ ശ്രീറാം വെങ്കിട്ടരാമൻ അന്നത്തെ കൃഷിമന്ത്രി P പ്രസാദിനോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ഒരക്ഷരം പോലും മിണ്ടാതിരുന്ന ഇതേ മാധ്യമങ്ങളാണ് ഇപ്പോൾ UDF മന്ത്രിയുടെ മുന്നിൽ വന്ന് ധാർമ്മികതയുടെ പേരിൽ ഒരു രോക്ഷം കൊള്ളൽ. അത് ഏത് ധാർമ്മികത എന്ന് ഇതേ മാധ്യമപ്പടയോട് ചോദിക്കേണ്ടതുണ്ട്. ഇടതുപക്ഷ ഭരണകാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് മാറി നിൽക്കുകയെന്ന് ആക്രോശിച്ചപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മൈക്ക് ഓഫ് ചെയ്ത് ഇറങ്ങിപ്പോയപ്പോഴും നിശബ്ദരായിരുന്നവർ ഇപ്പോൾ സൗമ്യമായി സംസാരിക്കുന്ന ടി സിദ്ദീഖിനെ പോലൊരു മന്ത്രിയെ പരസ്യമായി ഭീഷണിപ്പെടുത്താൻ തുനിയുന്നത് ഇരട്ടത്താപ്പ് എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്? ഇത്തരമൊരു ജനാധിപത്യ വിരുദ്ധമായ ബഹിഷ്കരണത്തിന് നേതൃത്വം നൽകിയത് റിപ്പോർട്ടർ ചാനൽ പോലുള്ള മാധ്യമങ്ങളാണ് എന്നത് ഈ വിഷയത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നുണ്ട്. മുൻപ് പല വിവാദങ്ങളിലും മരംമുറി കേസുകളിലും ഒക്കെ പേരുകേട്ട റിപ്പോർട്ടർ ചാനൽ ഇടതുപക്ഷത്തിന് വേണ്ടി സദാസമയം വക്കാലത്തുമായി നടക്കുന്ന ഒരു മാധ്യമമായി മാറിയിരിക്കുകയാണ്. CPM-ന്റെ ഔദ്യോഗിക ചാനലായ കൈരളിയെ പോലും നാണിപ്പിക്കുന്ന തരത്തിലാണ് റിപ്പോർട്ടർ ചാനലിന്റെ UDF വിരുദ്ധ നീക്കങ്ങൾ. തങ്ങളുടെ രാഷ്ട്രീയ ജമാന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വാർത്തകളെ വളച്ചൊടിക്കാനും പൊതുവേദികളിൽ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അവർ മടിക്കുന്നേയില്ല. മന്ത്രി ടി സിദ്ദീഖിനെ ജനമധ്യത്തിൽ ബുദ്ധിമുട്ടിക്കാനും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനും റിപ്പോർട്ടർ ചാനൽ നടത്തിയ ഈ നീക്കം ഒരു മാധ്യമ പ്രവർത്തനമല്ല, മറിച്ച് പച്ചയായ രാഷ്ട്രീയ ഗുണ്ടായിസമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ.